എനിക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്ത് 3 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മുഖഭാവം ഉണ്ടായിരുന്നു. സോറി. വിത്ത് ലോട്ട് ഓഫ് റെസ്പെക്ട് മേ ബി ലെറ്റ് മി ടെൽ. പക്ഷെ ദിനേശ് ബാബു സാറിൻ്റെ അടുത്ത് 3 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ദിനേശ് ബാബു സാർ പറഞ്ഞു ഐ വിൽ സ്റ്റിക്ക് ടു ഇറ്റ് ആൻഡ് ഐ തിങ്ക് ഹി ഹസ് ഡൺ എ ഗുഡ് ജോബ് ഓൺ ദാറ്റ്. താങ്ക് യു സർ. May I request Beena ma'am to kindly come and address the gathering. Respected guest of the day, Dr. KPP Pilla sir and other dignitaries on the dais and off the dais. Good evening to one and all. എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം KPP Pilla sir is a true leader with warmth, dedication and commitment. സാറിന്റെ കാലത്താണ് നമ്മുടെ കോളേജ് ഇന്ന് കാണുന്ന ആ ഷേപ്പിൽ ഇത്രയും ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായതും പിന്നെ ഇപ്പോൾ ഫ്ലറിഷ് ചെയ്ത് മറ്റു കോളേജുകൾക്ക് ഇല്ലാത്ത പലതും കണ്ണൂർ കോളേജിന്റെ ക്വാർട്ടേഴ്സുകളും ഇതെല്ലാം ഉണ്ടായത് ഇങ്ങനെ ഒരു ലോങ് വിഷനുള്ള സാറ് കോളേജിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഒരു 2 വർഷത്തിലധികം സാറുണ്ടായിരുന്നു. പിന്നെ സാറ് കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകരുടെയും മെന്ററാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ISTE പോലെയുള്ള എല്ലാ കാര്യങ്ങളിലും അക്രോസ് ദി സ്റ്റേറ്റ് മാത്രമല്ല അക്രോസ് ദി ഇന്ത്യ തന്നെ അതും എബ്രോഡും എല്ലാം സാറ് എല്ലാവരുടെയും മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും സാറിന്റെ പല ക്വാളിറ്റീസും ബെനിഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മുടെ പൈനിയറിംഗ് ബാച്ചസ് ഓഫ് സ്റ്റുഡൻസ് 86, 87, 88, 89 batches, you hold a special place in the history of GCEK. നിങ്ങളുടെ സഹനങ്ങളും along the growth of the college പോകാനുള്ള ആ മെന്റാലിറ്റിയും അതൊക്കെ തന്നെയാണ് കോളേജ് എന്താണ് എന്നുള്ള നിലയിൽ എത്താൻ കഴിഞ്ഞത്. 86 ഞാൻ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയത്. പക്ഷെ അന്നൊന്നും നമുക്ക് ഇത്ര വലിയ സോഷ്യൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഡയറക്റ്റ് എംടെക്കിന് പോയി ഗേറ്റ് എഴുതിയിട്ട് കണ്ണൂർ ഇങ്ങനെ ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ചുള്ള വലിയ വിവരമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇനി അടുത്ത ജോലി അവിടെ കിട്ടും എന്നുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ എംടെക് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ TKM-ൽ ഇത് വന്നു. അവിടെ അപ്ലൈ ചെയ്ത് കോൾ ഫോർ ചെയ്തു ഇന്റർവ്യൂവിന്. പക്ഷെ നെക്സ്റ്റ് ഡേ എനിക്ക് എംടെക്കിന്റെ എക്സാം ഉണ്ട്. അപ്പം പരീക്ഷ കളയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഞാൻ ഇന്റർവ്യൂവിന് പോയില്ല. അങ്ങനെ എംടെക് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങി. അന്നത്തെ RC കാലിക്കറ്റിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ കയ്യിൽ ജോലിയില്ല. അപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ അപ്രന്റീസ്ഷിപ്പാണ് കിട്ടിയത്. അതിനിടയിൽ എന്റെ കല്യാണം കഴിഞ്ഞിരുന്നു. ഹസ്ബൻഡ് തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിലായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. പക്ഷെ അതാണ് കണ്ണൂർ എത്താനുള്ള ഒരു കാര്യം. അങ്ങനെ അപ്രന്റീസ്ഷിപ്പിന്റെ ഇടയിൽ മെറ്റേണിറ്റി ലീവും കഴിഞ്ഞ് അത് ട്രാൻസ്ഫർ എടുത്ത് ഞങ്ങൾ കണ്ണൂരിലേക്ക് വന്നു. 1989 ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ എന്തോ ആണ് വന്നത്. അല്ല, കണ്ണൂർ ടൗണിൽ വെച്ചാണ് അന്നത്തെ പ്രിൻസിപ്പൽ പിള്ള സാറും ലീല ടീച്ചറും ഞങ്ങളെ കാണുന്നത്. എന്നെ ഹസ്ബൻഡിനെയും കൂടെ കുഞ്ഞുമോളെയായിട്ട് കാണുന്നു. അപ്പോഴാണ് നമ്മൾ കണ്ണൂരെത്തിയിട്ടുള്ള വിവരം സാർ അറിയുന്നതും. അങ്ങനെയാണ് കോളേജില് ടീച്ചേഴ്സിന്റെ കുറവുണ്ട്, പഠിപ്പിക്കാൻ വരണം എന്നുള്ള കാര്യം. അത് ഫസ്റ്റ് ബാച്ച് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനായിരുന്നു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചത്. സ്റ്റീൽ ഡിസൈൻ ആയിരുന്നു പഠിപ്പിക്കേണ്ടത്. കഷ്ടകാലത്തിന് എന്റെ കയ്യിൽ ബുക്കൊന്നും ഇല്ല. അന്ന് തിരിച്ച് തൃശ്ശൂർ പോയിട്ട് ബുക്കും IS കോഡ് എടുത്ത് വരാനുള്ള സമയവും ഇല്ല, സൗകര്യവും ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു വാട്ടർ അതോറിറ്റിയിൽ അപ്രന്റീസ്ഷിപ്പും ചെയ്യാണ്. അപ്പൊ സാറ് പറഞ്ഞു അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. സാറ് വാട്ടർ അതോറിറ്റിയിൽ തന്നെ അതൊക്കെ പോയി സമയത്തിന് ക്ലാസ്സിൽ പോകാനുള്ള അറേഞ്ച്മെന്റ് സാറ് ചെയ്തു തന്നു. അങ്ങനെ ആ ടൈം സ്ലോട്ടിൽ വന്ന് അങ്ങനെ ക്ലാസ് എടുക്കാൻ സ്കൂൾ ക്യാമ്പസിലാണ് എത്തിയത്. ജൂനിയർ ബാച്ചസിനായിരുന്നു എടുത്തത്. ഫസ്റ്റ് ബാച്ചിനെ ഞാൻ തന്നെ ഒഴിവാക്കി. ബുക്കില്ല. അന്നങ്ങനെ ബുക്ക് എളുപ്പം കിട്ടുകയില്ല. അന്ന് PSC ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ആദ്യമായിട്ട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കാൻ തന്നെയായിരുന്നു എനിക്കിഷ്ടം കോഴ്സ് കഴിയുമ്പോഴും. പക്ഷെ നമുക്ക് കിട്ടുമെന്ന് അറിയില്ലല്ലോ. PSC എഴുതിയിട്ടൊക്കെ വരാൻ പറ്റുള്ളൂ. ബട്ട് ടെസ്റ്റ് എഴുതി PWD എഴുതി 2 ലിസ്റ്റിലുമുണ്ട്. പക്ഷെ ഓപ്റ്റ് ചെയ്യുന്നത് ടീച്ചിങ് ആണ്. അപ്പം എന്തായാലും പെർമനന്റ് ഫാക്കൽറ്റി ആയിട്ട് വരാം 1-2 മാസത്തിനകം എന്നുള്ള ധൈര്യത്തിലായിരുന്നു. പക്ഷെ പോസ്റ്റിംഗ് കിട്ടിയത് 1990 ജാനുവരിയിൽ തൃശ്ശൂരാണ്. അതുവരെ പിള്ള സാറും പറഞ്ഞിരുന്നു കണ്ണൂരിൽ ഒരു ആവശ്യമുള്ള ആളാണ്, കണ്ണൂർ കിട്ടുന്നായിരുന്നു ഉറപ്പ്. പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാനായിരിക്കണം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ആദ്യമായിട്ട് റിക്വസ്റ്റ് ചെയ്ത ആള്. അപ്പോഴും അതും കുറച്ച് ഡിലേ ആക്കി. അന്നത്തെ ഹയർ ഓഫീസേഴ്സ് ശരി നിങ്ങൾക്ക് ജനറൽ ട്രാൻസ്ഫറിൽ തരാം, ഇപ്പൊ തരാൻ പറ്റില്ല എന്നുള്ളൊരിത്. പിന്നെ സാറിന്റെ
എഫേർട്ടും ഞങ്ങളുടെ ഫാമിലി എഫേർട്ടൊക്കെ ആയിട്ടാണ്, കുറച്ച് പൊളിറ്റിക്കൽ എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് കണ്ണൂരിലേക്ക് എത്തിയത്. അപ്പോഴും അതിലൊരു പാരയുണ്ടായിരുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അവിടുന്ന് റിലീവ് ചെയ്യുള്ളൂ. പിന്നെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളൊക്കെ നമുക്ക് അറിയുന്നതാണ്. 10-15 ദിവസം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളെ കണ്ണൂരിലേക്ക് റിലീവ് ചെയ്തു. ഞാൻ വന്ന് 1990 ജൂലൈ 20th വന്ന് ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെയാണ് കണ്ണൂരുമായിട്ടുള്ള ലോങ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും നിങ്ങളെപ്പോലെ എല്ലാവരെയും കണ്ടുമുട്ടാനും വളരെ സ്നേഹമൊക്കെ അനുഭവിക്കാനും എല്ലാം സാധിച്ചത്. ഏതായാലും പിന്നെ തൃശ്ശൂരും കോട്ടയം ഡയറക്ടറേറ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. എങ്കിലും എൻ്റെ കോളേജ് എന്ന് പറയുമ്പം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസ് അത്രയായിരുന്നു. ഓക്കെ, ഇനിയും നല്ല ഇങ്ങനത്തെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവട്ടെ. നമ്മളുടെ ഷെയർഡ് ജേർണി, അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇനിയും ഒത്തുവരട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് പിള്ള സാറിന് ആയുരാരോഗ്യ സൗഖ്യങ്ങളും ബാക്കി എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. പാസ് ഔട്ട് ചെയ്ത് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാനും കുറച്ച് സെൻഡ് ചെയ്യും. പാസ് ഔട്ട് ചെയ്തപ്പോഴേ എനിക്കും ജോലിയില്ലായിരുന്നു. അപ്പം ഞാൻ ഈ മാർക്ക് ലിസ്റ്റൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അവർ ചോദിക്കും നിന്റെ മാർക്സ് എത്ര കുറഞ്ഞെന്ന്. അപ്പം ഞാൻ പറയും നമ്മൾ കോളേജ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് അത് ഇതെന്നൊക്കെ. അപ്പോൾ അവർ പക്ഷെ കുറേ കുട്ടികളുണ്ടല്ലോ, എന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ തുറച്ച് നോക്കുന്നുണ്ട് മാർക്സ് ഉള്ള. എന്നെ നോക്കണ്ട, അവർക്ക് കരികരികളാണെന്നാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. മാം, മാം, may I request you to kindly speak to the talk. Respected sir and friends, our alumni never fails to amaze me. The way you all keep bouncing back with various activities and programs every now and then. I think you all had one with RPR sir, and this is the next where you are paying your respects to one of your teachers who was your mentor and, as you rightly written, a visionary, Dr. KPP Pillai sir. The reasons you all may give can be varied. It can be because you all want to bask in the warmth of your teachers of yesteryears. It can be because you all want to be in the joy of being in the company of your friends, or it can be both. Whatever it is reliving your younger days. And it's heartwarming for us as teachers of yesteryears who are growing old and preparing ourselves to face what we call as a dreadful truth of anonymity. Thank you anyway for inviting us to this function. KPP Pillai sir was the first face I was introduced to when I joined GCK Kannur as my superior, as my principal. Until then, the only principals I knew of were those in school and in college where I had studied. And here was a principal who was one in an institution where I was employed. I was in awe, actually. He was a man of small stature, but very confident and pleasant in his demeanor and brisk in his movements. He had a knack of doing things, a knack of the way in which he was doing things, and that was evident, as you all know, the way the college progressed in leaps and bounds during his tenure. I was fortunate and blessed to have started my career as a teacher under you, sir. Thank you so much, and may you have a healthy and happy life always. Actually, this function is also very touching because I'm seeing so many familiar faces of my colleagues and students. It just reminds me of my good old days. In those days, I was young and I just left my previous haven at FACT, where I was employed, and I was joining service in GCK as a teacher with all expectations and anxieties, of course, of knowing what the career has in store for me.
and also of having to deal with students who were not many years younger to me then. But then I feel my decision was right of having taken this up as my service, and I am fortunate and thankful for being part of this institution, of having worked with the best of teachers and having a small role to play in shaping the future of my students. Thank you all and stay happy always. An additional pleasure to thank you, ma'am, because you are my senior in school. We may not be very close, but it gives a special happiness, ma'am. Thank you. Next, may I want to request one of the person whom we have troubled a lot for organizing this program, and partially we have trouble, and most of the time Reviatan has troubled more. Reviatan has troubled us to trouble him more, and he has been incessantly asked questions, answers and queries, and he has been very kind to cooperate with us, and I think he has contributed to making this program a grand success. I request Vinod, KPP sir's son, to kindly come and say a few words. Good evening all, respected members on and off the dance. അച്ഛൻ്റെ കണ്ണൂർ ജീവിതത്തിൻ്റെ, കണ്ണൂർ കാലഘട്ടത്തിനെ പറ്റി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഇത്രയും വിപുലമായ മനോഹരമായ വളരെ സ്നേഹനിർഭരമായ ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തതിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് നന്ദി പറയാനും വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പക്ഷെ അച്യുശങ്കർ സംസാരിക്കുന്ന കാര്യം, പല കാര്യങ്ങളും എൻ്റെ അടുത്ത് സുരേഷും രവിയേട്ടനും എല്ലാം ഇങ്ങനെ ചോദിച്ചിരുന്നു. അച്യുശങ്കറിനെ വിളിക്കുന്ന വേണോ എന്നുള്ള കാര്യം മാത്രം ചോദിച്ചില്ല. എനിക്ക് ഞാൻ ഇവിടെ ഭഗവാനെ, കാരണം പുള്ളി സംസാരിച്ചതിന് ശേഷം വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഐ വോണ്ട് ടു സേ താങ്ക്സ് ഫോർ, ഓക്കെ, ഞാനത് അതിലേക്ക് വരാം. ശരിക്കും അച്ഛൻ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഡിസ്കസ്, ഞാൻ എഞ്ചിനീയറിംഗ് ഫീൽഡിലും അമ്മ എഞ്ചിനീയറിംഗ് ഫീൽഡിലും ആയിട്ട് ഞങ്ങൾ രണ്ടുമായിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അച്ഛൻ റിട്ടയർമെൻറ്റിന് മുൻപ് പിൻപായിട്ട് ഒരു 7-8 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഈ ഒന്നും ആവാത്ത സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡപ്പ് ചെയ്യുന്ന, ഫൗണ്ടേഷൻ തൊട്ടേ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു ഓർഗനൈസേഷൻ വരുമ്പോൾ അച്ഛനൊരു എക്സ്ട്രാ ആവേശവും എനർജിയുണ്ട്. ശരിക്കും അത് LBSലും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബാക്കിയുള്ളിടത്തൊക്കെ വരുമ്പോൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സ്ഥലത്ത് വരുമ്പം ഇവിടെ ഡൺ മെനി ഗുഡ് തിങ്സ്, പക്ഷെ അതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബട്ട് ഈ 2 സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ അച്ഛന് ഒരു ഭയങ്കര എനർജിയായിരുന്നു. LBSലും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലും വർക്ക് ചെയ്യുമ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഫാക്കൽറ്റി സ്ട്രെങ്ത് ഇത്തിരി കുറവാണ്. ഗസ്റ്റിനെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ അന്ന് TKME പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നീ വന്ന് സിവിൽ ഡിപ്പാർട്ട്മെന്റിൽ ജിയോ ടെക്നിക്കൽസ് എഞ്ചിനീയറിംഗിന് ഫാക്കൽറ്റി ഇല്ല, ആദ്യത്തെ 2 ബാച്ചിന് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ഞാൻ വന്ന് ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അന്ന് അവിടെ വന്ന് കണ്ടപ്പം ഒരു സ്റ്റാഫ് റൂമിൽ ഒരു ബെഞ്ചിൽ ഒരു മേശയിൽ സിവിലിൻ്റെ സ്റ്റാഫ് ഇരിക്കുന്നു, അടുത്ത മാത്തമാറ്റിക്സിൽ ഒരു സ്റ്റാഫ് ഇരിപ്പുണ്ട്. അതിൻ്റെ മൂലയ്ക്ക് തന്നെ കുറേ സർവേ ഇൻസ്ട്രുമെന്റ്സ്, റേഞ്ചിങ് റോഡ്സ് ഇതൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴേ മനസ്സിലായി ദിസ് വാസ് എ പെർഫെക്റ്റ് പ്ലേസ് ഫോർ ഹിം ടു വർക്ക്. കാരണം അച്ഛൻ അങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ഒരു എനർജി കിട്ടുന്നുണ്ട്. ശരി, പിന്നെ അക്കാലത്ത് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഐ തിങ്ക് ഹി മെൻഷൻഡ് ഇൻ ഹിസ് സ്പീച്ച്, വീക്കെൻഡ്സിൽ വരുമ്പോൾ സാറ്റർഡേസിൽ സെക്രട്ടേറിയറ്റിൽ പോയി ഫയൽ മൂവ് ചെയ്യുന്നതിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഫ്കോഴ്സ് ഹി വാസ് ഇൻ വെരി ഗുഡ് ടേംസ് വിത്ത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. അപ്പം പുള്ളി എനിക്കൊന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കണ്ണൂർ MLA കൂടെ ആയതുകൊണ്ട് പുള്ളിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നു കോളേജ് ഡെവലപ്പ് ചെയ്യാൻ. സോ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അച്ഛൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സാറ്റർഡേസിൽ ചെന്ന് സെക്രട്ടറിയിൽ ചെന്ന് സൂപ്രണ്ടിനെ JDA കാണാൻ പോയിട്ടുണ്ട്. ഫയൽ മൂവ് ചെയ്തില്ല. സോ ഐ വിൽ സ്റ്റേ ബാക്ക് ഫോർ 1 more day എന്നുണ്ട്. തിങ്കളാഴ്ച ഒന്നുകൂടെ സെക്രട്ടേറിയറ്റിൽ പോയിട്ട് അന്ന് രാത്രിയാണ് തിരിച്ച് ട്രെയിനിൽ കണ്ണൂരേക്ക് പോകുന്നത്. അന്ന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഡിഫിക്കൽട്ടി എനിക്ക് റിയലൈസ് ചെയ്തു. ഞാൻ അന്ന് TKMയിൽ വർക്ക് ചെയ്യുന്നു, സെക്രട്ടേറിയറ്റിലൊന്നും കയറി ഇറങ്ങേണ്ട കാര്യമില്ല. ലേറ്റർ തന്നെ ഈ ജോയിൻ കോളേജ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, ഇപ്പോൾ അസോസിയേറ്റ് പ്രൊഫസർ പോസ്റ്റ്, ഇതിൻ്റെയൊക്കെ പ്രൊമോഷൻ വരുമ്പം ഗവൺമെൻറ് ഓർഡർ വേണം. സെക്രട്ടേറിയറ്റിൽ നിന്നാണ് മൂവ് ചെയ്യുന്നത്. ഒരു 3-4 ദിവസം അതിനകത്ത് കയറി ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വരുമ്പോൾ വരട്ടെ പ്രൊമോഷൻ, ഇനി അങ്ങോട്ട് പോകുന്നതേ ഇല്ല എന്ന് വിചാരിക്കും. അത്ര മേ ബി ഡ്യൂ ടു ദർ ഹെക്ടിക് ഷെഡ്യൂൾസ്, മേ ബി ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് പീപ്പിൾ, എന്തോ ആയിട്ടോ ഞാൻ എൻ്റെ അസോസിയേറ്റ് പ്രൊഫസർഷിപ്പ് വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു DPCയിൽ പേരൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നില്ല. ഒരു 3-4 തവണ ഞാൻ കയറി ഇറങ്ങിയിട്ട് വിചാരിച്ചു ഇനി വേണ്ട, വരുമ്പോൾ വരട്ടെ. അപ്പം ഞാൻ ആലോചിച്ചു,
ഒരു ജൂനിയറായ ഒരു ലെക്ചററിന് അസിസ്റ്റന്റിലേക്കുള്ള അസോസിയേറ്റിന്റെ പ്രൊമോഷനാണ്. അന്ന് പോലും സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, ഒരു പ്രിൻസിപ്പൽ ലെവലിലുള്ള അച്ഛൻ സെക്രട്ടേറിയറ്റ് കയറി സൂപ്രണ്ടിനെയും JDA ഒക്കെ കണ്ട് ഫയൽ മൂവ് ചെയ്യാനായിട്ട് പിന്നെയും പുറകെ നടക്കുന്നത്. ഹിസ് പെർസിവറൻസ് വാസ് റിയലി വർത്ത് അപ്രീഷിയേറ്റ്. ശരി, ആ ലെവലിലായിട്ട് പോലും അച്ഛനെ ചെയ്തു എന്നുള്ളത് റിമെമ്പർ വിത്ത് പ്രൈഡ്. അതൊന്ന്. പിന്നെ അച്ഛൻ പ്രസംഗത്തിൻ്റെ എല്ലാം ഒന്ന് പറഞ്ഞു, 89 എൻ്റെ മാരേജ് നടന്നത്. അപ്പം കല്യാണത്തിന് ഇൻവിറ്റേഷനൊക്കെ വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കോംപ്രമൈസസ് ഒക്കെ വേണ്ടി വന്നു. ചെറിയ കോംപ്രമൈസസ് ഒന്നും അല്ല. സാറ്റർഡേസിൽ വീട്ടിൽ വന്നിട്ട് അച്ഛൻ സെക്രട്ടേറിയറ്റിലോട്ട് പോകും. പിന്നെ അമ്മയ്ക്കറിയാം, LBS നേരത്തെ ഇരുന്നുണ്ട്, അച്ഛൻ്റെ നേച്ചർ അമ്മയ്ക്കറിയാം. അപ്പോൾ കുറച്ച് വിജയമാവുന്ന അമ്മയുടെ അനിയൻ പോകും കല്ലൂരിലേക്ക്. 1-2 വീടുകളിലും 3-4 വീടുകളിലും ഞാനും പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി അച്ഛനെ പൂർണ്ണമായി വിട്ടുകൊടുത്ത് എൻ്റെ കല്യാണം സ്വയം വിളിക്ക് വഴി കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ക്രെഡിറ്റ് എനിക്ക് അവകാശപ്പെട്ടു. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പാട്ടിലോട്ട് വരുമ്പോഴേക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു സേ താങ്ക് യു ടു ഓൾ ഓഫ് യു. അതൊരു വെറും ഒരു ഫോർമൽ താങ്ക്സ് അല്ല. ആദ്യം കുറേ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ ഒരു സുരേഷ് ബാബു എന്ന് പറഞ്ഞ് ഇലക്ട്രിക്കലിലെ ഒരു ഫാക്കൽറ്റി പുള്ളി ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അവർക്ക് അച്ഛനെ ഓണറി എന്തോ പ്രോഗ്രാം നടത്തണം, കുറേ ക്വസ്റ്റ്യൻസ് അയച്ചു തരും, അതിന് അച്ഛൻ്റെ റിപ്ലൈ എന്താണ് എന്നുള്ളതൊക്കെ കൊടുക്കണം, അവരെന്തോ ബുക്ക് റെഡിയാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛനിപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ റിക്കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, നീ നൈസായിട്ട് അങ്ങ് അവോയ്ഡ് ചെയ്തേരെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത് തന്നെ പറയുന്നു. ഞാൻ ആലോചിച്ചു, ഞാൻ റിട്ടയർ ചെയ്തിട്ട് 5 കൊല്ലം, 2020 ഞാൻ റിട്ടയർ ചെയ്തത്. ഒരു മനുഷ്യൻ എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് പിന്നെ ചില ഗുരുവന്ദനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു 30 സ്റ്റാഫ് CIT പ്രത്യേകിച്ച് 30 പേര്, ചേച്ചിയൊക്കെ അറിയാം, 30 പേരെ ഇങ്ങനെ വിളിക്കും, എല്ലാവർക്കും നിരത്തി പൊന്നാള കൊടുക്കും, പരിപാടി കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. ഇത് ഒരാളെ ഓണർ ചെയ്യാനായിട്ടൊരു പ്രോഗ്രാം, ദാറ്റ് 33 years ആഫ്റ്റർ ഹി ലെഫ്റ്റ് കണ്ണൂർ. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളി ഒരു നോർമൽ പേഴ്സൺ, ജെന്യുവൻ പേഴ്സൺ ആണോ? അവന് വിചേട്ടാ സുരേഷ് സീംസ് ടു എ വെരി ജെന്യുവൻ പേഴ്സൺ എന്നാണ് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. മൈ ബ്രദർ ഈസ് സിറ്റിംഗ് ദേർ എന്നാണ് അവൻ പറഞ്ഞത്. ഓക്കെ, അപ്പോഴും വിശ്വാസമില്ല. ഒരു ദിവസം 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ലീല ടീച്ചർ വിളിച്ചു പറഞ്ഞു, പിന്നെ ദുബായിൽ നിന്നൊരു രവികുമാർ വിളിക്കും, പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്യണം, ഫോറിൻ കോളാണ് വരുന്നത്. പുള്ളി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളൊരു 5 പേര് വീട്ടിലോട്ട് വരുന്നുണ്ട്, സാറിനെ ഇൻവൈറ്റ് ചെയ്യണം. ആ ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവത്തില്ല. ഞാൻ എത്രയോ ഇൻവിറ്റേഷൻസ് എൻ്റെ അച്ഛൻ 90 ഇപ്പം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വന്ന 6 മാസം CIT വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്തതാണ്. അതിനുശേഷം എത്ര ഫംഗ്ഷൻ അച്ഛൻ ഇൻവൈറ്റ് ചെയ്യാൻ ആൾ വന്നിട്ടുണ്ട്. കാരണം പലരും വരുമ്പോൾ എന്നെയും കൂടെ വിളിക്കും. ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലാണ് താമസിക്കുന്നത്. ഈ വരുന്ന ഫാക്കൽറ്റിയും CIT ആളുകളായാലും എല്ലാം എനിക്കും അറിയാവുന്ന ആളുകളാണ്. സോ അച്ഛനും അമ്മയും എന്നെയും കൂടെ വിളിക്കും, പരിചയമുള്ളവരായതുകൊണ്ട്. എത്ര പേര് ഇൻവൈറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടോ അറിയോ? പക്ഷേ അതെല്ലാം ഒരു ഫോർമൽ ഇൻവിറ്റേഷൻ, ഇത്രയും ഒരു എന്താണ് കൺസിഡറേഷനോടുകൂടി സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഇൻവിറ്റേഷൻ ആദ്യമായിട്ടാണ് ഇത്രയും ഒരു ഉണ്ടാകുന്നത്. അത് ശരിക്കും ഞാൻ 5 പേര്, രവികുമാർ, സുൾഫി, ശേഷഗിരി, സുരേഷ് ആൻഡ് ബോബൻ, ഈ 5 പേരാണ് അന്ന് വന്നത്. ആ 5 പേരും അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഒരു 2 ദിവസം ഞാനൊരു ഫ്ലോട്ടിങ് അവസ്ഥയിൽ, കാരണം അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയാണ് അവർ ഇൻവൈറ്റ് ചെയ്തത്. തീർന്നില്ല, അതൊക്കെ മേലായിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ഒരു ഫോൺ കോൾ വരുന്നു, ജോസ്. പുള്ളി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഇവർ വന്ന് കണ്ടിരുന്ന് വിളിച്ചിരുന്നത്. പിന്നെ ഹി വെന്റ് ഓൺ ടോക്കിംഗ് അബൌട്ട് മൈ ഫാദർ. ഒരു 30-35 മിനിറ്റ് ഐ വാസ് ജസ്റ്റ് എ ലിസണർ. കോളേജിൽ ഉണ്ടായിരുന്ന കാലത്ത് അച്ഛനുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അതിനുശേഷം ഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് അച്ഛനുമായിട്ടുള്ള അസോസിയേഷൻ, കഴിഞ്ഞ കൊല്ലം വരെ വീട്ടിൽ വന്നപ്പോൾ അച്ഛനെ കാണുമ്പോഴുള്ള വിശേഷം, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചപ്പോൾ മാത്രം അച്ഛൻ ഹി ഫോർഗോട്ട് ടു റിമെമ്പർ ഹിം എന്നുള്ള പറഞ്ഞതൊക്കെ അങ്ങനെ കുറേ സമയം ഇങ്ങനെ പറഞ്ഞു. ഈ 2 സംഭവങ്ങളും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും എന്തുമാത്രം താല്പര്യത്തോടുകൂടി സീരിയസ്നെസ്സോടുകൂടിയാണ് അച്ഛനെ ഈ ഫംഗ്ഷൻ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളത് എനിക്ക് വളരെ ക്ലിയർ ആയി. ടിൽ ദെൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ഫംഗ്ഷൻ. പിന്നെ തീർന്നില്ല, ഇന്നലെ ഇവർ വിളിച്ച് പറയുന്നു, പിന്നെ വിനോദ ഫോർട്ട് മാൻഡറിലോട്ടൊന്ന് വരാൻ പറ്റുമോ, ഈ അറേഞ്ച്മെന്റ്സിനെ പറ്റിയൊക്കെയുള്ള എൻ്റെ ഫീഡ്ബാക്ക് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഫീഡ്ബാക്കോ ഇത് ലെറ്റ് ദം ഓർഗനൈസ് ഇറ്റ്, വി വിൽ സിംപ്ലി കം ആൻഡ് പാർട്ടിസിപ്പേറ്റ്, അത്രയേ ഉള്ളൂ. ഇത് വന്ന് സുരേഷ് ഇങ്ങനെ ഓരോ പ്രോഗ്രാം ചാർട്ട് ചെയ്യണം, ഇന്നതാണ് ഞങ്ങളുടെ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്, ഓരോന്നും ഇത്ര മിനിറ്റ് ഉണ്ട്, ഇത് ഓക്കെ ആണോ അച്ഛന്, ഉള്ള സാറിന് ഇതിന് ചേഞ്ച് വേണോ, അതുപോലെ ഇങ്ങനെ ഇട്ടാൽ മതിയോ സെറ്റി, ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങൾ ഒരു അച്ഛനെ ഇത്രയും കംഫർട്ടബിൾ ആക്കാനായിട്ട് അവർ എന്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നലെ സംസാരിച്ചത്. ഐ സ്പെൻഡ് മോർ ദാൻ 1 hour യെസ്റ്റർഡേ ഹിയർ. ശരിക്കും പറഞ്ഞാൽ
എന്താ പറയുക, ഇതൊന്നും വാക്കുകളിൽ പറയാൻ പറ്റത്തില്ല. ഒരു വല്ലാത്ത ഫീലിംഗ് ആണ് ശരിക്കും. കാരണം ഇവിടെ ഇരിക്കുന്ന ആരെയും ചേച്ചിക്കും അച്ഛൻ ശങ്കറിനൊക്കെ അറിയാം, എത്രയോ റിട്ടയർമെന്റ് ഫംഗ്ഷൻസ് നമ്മൾ പങ്കാളികളും ഒക്കെ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു എന്താണ് ഇത്രയും അറ്റാച്ച്മെന്റോടുകൂടി ഞാനൊരു ദിസ് ഇസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്, മേ ബി ദ ലാസ്റ്റ് ഓൾസോ. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അച്ഛനും ഞങ്ങൾ മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം മറക്കാനാവാത്ത ഒരു ദിവസം സമ്മാനിച്ചതിന്, സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഓർക്കാൻ പറ്റുന്ന കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചതിന് JCKയിലെ ആദ്യത്തെ 4 ബാച്ച് സ്റ്റുഡൻസിനോടും അച്ഛനെ പറ്റി നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാ സഹപ്രവർത്തകരോടും എല്ലാത്തിലുപരി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതിന്റെ സംഘാടകരോടുമുള്ള നന്ദി കുടുംബാംഗങ്ങളുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. Thank you, Vinod, for the kind words, and it actually touches our hearts. Thank you so much. And I fail in my words to express our gratitude for all the help and cooperation you have been extending us, and thank you so much for that. Now I request Ajayan to kindly speak a few words. സമാരാധ്യരായ അധ്യാപകരെ, പ്രിയപ്പെട്ട സഹപാഠികൾ, സുഹൃത്തുക്കളെ, എന്നെ എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ 2 വാക്ക് പറയാനെന്നാണ് സുരേഷ് പറഞ്ഞത്. സുരേഷിന്റെ പ്രസന്റേഷൻ വാസ് എക്സലന്റ്. പക്ഷെ ഞാനൊരു 35 വർഷം മുമ്പിൽ നന്നായിട്ട് പ്രസംഗിക്കുമായിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ജീവിക്കാനുള്ള ഓട്ടത്തിനിടയിൽ പിന്നെ ഇപ്പോഴാണ് ഒന്ന് സ്റ്റേജിൽ കയറുന്നത്. KPP പിള്ള സാറിനെ ബഹുമാനിക്കാനുള്ള ഈ ഫംഗ്ഷനിൽ പിള്ള സാറിന്റെ കോൺട്രിബ്യൂഷനെ പറ്റി, നമ്മുടെ കോളേജിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ പറ്റി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആസ് എ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, നമ്മളവിടെ ഒരുപാട് വേറെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം കണ്ണൂരിന്റെ പ്രത്യേകതകൾ. ആ പ്രശ്നങ്ങളിലൊക്കെ പെട്ടുപോയ നമ്മളെ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരാനും, പിന്നെ ഈ പോലീസിന്റെയും മറ്റ് സർക്കാരിന്റെയും നൂലാമാലകളുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഒന്നൊരു ബിടെക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുവാനും വേണ്ടി പിള്ള സാർ ഒരുപാട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് പലർക്കും ഇപ്പം ജോസ് പീസിനൊക്കെ അത് നന്നായിട്ട് അറിയാം. ജോസ് പീസാണ് ഇത് ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ അതിനും ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. പിന്നെ ഈ നമ്മുടെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ പെർസ്പെക്റ്റീവിലെ കൂടി പറയുകയാണെങ്കിൽ, ഐ വാസ് ജസ്റ്റ് എൻജോയിങ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ലൈഫ്. ഞാൻ മാറ്റടി അല്ലെങ്കിൽ മട്ടന്നൂർ എന്ന് പറയുന്ന ഒരു വെറും കുഗ്രാമത്തിൽ നിന്ന് അവിടെയുള്ളൊരു PRNSS മട്ടന്നൂർ PRNSS കോളേജിൽ നിന്ന് പഠിച്ചിട്ട് തലശ്ശേരി MB കോളേജിൽ പോയിട്ട് എൻട്രൻസിന് കോച്ചിങ്ങിന്റെ ആ ഒറ്റ വലിപ്പത്തിൽ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ന ഒരാളാണ്. എനിക്കൊരു ഉത്സവമായിരുന്നു കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ജീവിതം. അതെനിക്കൊരു അനുഭവമായിരുന്നു. അല്ലാതെ വലിയൊരു എന്താ പറയുക, വേറെ എഞ്ചിനീയറിംഗ് കോളേജും ഇത്ര വലിയ സൗകര്യങ്ങളുള്ളതാണ് എഞ്ചിനീയറിംഗ് കോളേജെന്നും, ഇത്രയധികം ലാബ് ഉണ്ടാകുന്നു, ഇത്രയധികം സൗകര്യങ്ങൾ വേണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അന്ന് അവിടുന്ന് കിട്ടിയ ഒരു ബ്ലൂ കളർ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന നല്ലൊരു ഫയൽ എടുത്തിട്ട് മട്ടന്നൂരിൽ നിന്ന് രാവിലെ ബസ് കയറുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കയറിയിട്ട് ഈ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഫയൽ ഇങ്ങനെ കാണിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അഭിമാനം, അത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. അതിനുശേഷം അവിടെ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഓവർ ബ്രിഡ്ജിന്റെ അടുത്ത് വന്നിട്ട് ഇറങ്ങിയിട്ട് ഓവർ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി മുനീശ്വരൻ കോവിലിൽ പോയിട്ട് അവിടെ രാവിലെ വരുന്ന ആൾക്കാരൊക്കെ കണ്ട്, പിന്നെ അവിടെ നിന്ന് ചന്ദനൊക്കെ തൊട്ടിട്ട് തിരിച്ചിങ്ങനെ നടക്കുമ്പോൾ ഉർസുലൈൻ സ്കൂളിലെ കുട്ടികളും പിന്നെ അതിന്റെ അടുത്ത പയ്യാമ്പലം സ്കൂളിലെ കുട്ടികളുടെ ഒക്കെ കൂടെ നടന്ന് പിന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്ന ആ അനുഭവം ഇന്നെന്ന് പറഞ്ഞാല് ആലോചിക്കുമ്പോൾ തന്നെ ഒരു കുളിർമയാണ്. ശരിക്കും പറഞ്ഞാല് എനിക്ക് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലൊരു വസന്തകാലമാണ്. ഇപ്പൊ എൻ്റെ മോള് പിന്നെ മോൾക്ക് അവൾക്കൊരു എൻ്റെ ബെസ്റ്റ് ടീം ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അവർ കൊറിയൻ സോങ് ഒക്കെ ആണ് അവർ കേൾക്കുന്നത്. അപ്പൊ കേട്ടിട്ട് അപ്പൊ എപ്പോഴും ഇവരൊരു 5 സ്റ്റുഡൻസിനായിട്ട് എന്നോട് എപ്പോഴും ഞാൻ ഐ ആം ട്രീറ്റിംഗ് മൈ കിഡ്സ് ആസ് മൈ ഫ്രണ്ട്സ് ഓൺലി. അപ്പൊ ഞാനപ്പോ ഇങ്ങനെ സംസാരിക്കുമ്പം എന്നോട് ചോദിക്കും അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഏതാണെന്ന്. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ ഞാനിപ്പോ നോക്കുമ്പോൾ, കാരണം കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 10-35 വർഷമായി. ഞാൻ ചില കമ്പനിയിൽ 7-8 വർഷം കണ്ടിന്യൂസ് ഒരുപോലെ ഇരുന്ന് വർക്ക് ചെയ്തവരും നല്ല മനസ്സിൽ വരുന്നത്. അന്ന് ഇപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആദ്യം എനിക്ക് ഓർമ്മ വന്ന പഴയങ്ങാട്ടിൽ നിന്ന് ഞാനൊരു ഡേ സ്കോളറായിട്ട് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന
പിന്നെ ഇത് ബാലകൃഷ്ണൻ വരുന്നതും. അന്ന് ആദ്യമായിട്ട് അവൻ മൂളിപ്പാടിയ രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണെന്ന് പറഞ്ഞ ആ പാട്ടും ഇതൊക്കെയാണ് എന്റെ ബെസ്റ്റ്. ബാലകൃഷ്ണനാണ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ്. പിന്നെ അന്നെന്ന് പറഞ്ഞാല് എന്തൊക്കെയാണോ എന്റെ ജീവിതത്തിൽ നല്ലത് എന്ന് ഞാൻ തോന്നുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണ്. കാരണം ഞാൻ ആ കവിതാ തിയേറ്ററിൽ പോയിട്ട് വടക്കം വീരഗാഥ കണ്ടതിനെ കൊണ്ടുള്ള ഇഷ്ടമാണ്. ഈ പിന്നെ അതിൽ നിന്ന് വടക്കം വീരവാതിൽ കേട്ട പാട്ടുകളാണ് ഇന്നും എനിക്ക് കേൾക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയോ എന്നറിയില്ല. പിന്നെ ഇപ്പോഴും ഞാനിപ്പം ഒരു എന്ന് പറഞ്ഞാൽ ഗൾഫിലാണ്. അവിടെയുള്ള എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള പുതിയ കുട്ടികൾ ശ്രീലങ്കയിൽ നിന്നും പിന്നെ യൂറോപ്പിൽ നിന്നും ഒക്കെ വരുന്ന ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയിൽ നിന്ന് വരുന്നത് പുതിയ കുട്ടികളും എഐയും, എനിക്കറിയില്ല എഐയുടെ പുതിയ പുതിയ എക്സലാണ് പോലും പുതിയ പുതിയ ടൂൾസും. അവരോടൊക്കെ നമ്മൾ മത്സരിച്ച് നിന്ന് ചിലപ്പോൾ അധികവും തോറ്റുപോകാനാണ്, എങ്കിലും പിടിച്ചു നിൽക്കണം നമുക്ക്, കാരണം നമുക്ക് ജീവിക്കണ്ടേ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ടെൻഷനിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കേൾക്കുന്ന പാട്ട്, ഒരു പാട്ട് കേട്ടിട്ട് ഞാൻ ആ വർക്ക് ചെയ്യുമ്പോൾ ഐ വിൽ ഡു ഇറ്റ്. ആ പാട്ട് ഏതാണ് നിങ്ങളോട് ചോദിച്ചത്? രാവിലെ ഞാൻ അംബിക ബസ് എന്നായിരുന്നു ഞാൻ മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്നത്. അംബിക ബസ് നിന്ന് രാവിലെ തന്നെ ഒരു അന്നത്തെ നാരായണേട്ടൻ ഡ്രൈവർ എല്ലാ ദിവസവും അദ്ദേഹം ട്രഡീഷണൽ ആയിട്ട് ഹി വാസ് എ സ്വാമി ഭക്തനായിരുന്നു. അപ്പോൾ ആ ഒരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ടാണ് ഇന്നും ഞാനത് കേൾക്കുമ്പോൾ എൻ്റെ എല്ലാ ദുഃഖങ്ങളും എൻ്റെ എല്ലാ ടെൻഷനും ഒഴിവാകും. മണികണ്ഠന് മലമേലൊരു മണിമന്ദിരമുണ്ട്. ആ പാട്ട് അത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫാണ്. അപ്പൊ എല്ലാം കൊണ്ടും എൻ്റെ ജീവിതത്തിന്റെ ശരിക്കും ഒരു വസന്തകാലമായിരുന്നു. ഈ എനിക്ക് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വലിയ ചാലഞ്ചൊക്കെ ഉണ്ടെന്നോ അതിനൊന്നും കുറവുണ്ടെന്നോ എനിക്കറിയില്ല. എനിക്ക് എല്ലാമായിരുന്നു. ഈ 4 ബാച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതമാണ്. അതെന്ന് പറഞ്ഞാല് കാരണം ഞാൻ വേറെ കാര്യം പറയാം. ഞാനിപ്പം എൻ്റെ ആരും ഇവിടെ സൗദിയിലോ യുഎയിലോ ബോംബെയിലോ ഒന്നുമില്ല. ഞാൻ ശരിക്ക് സ്വന്തമായിട്ട് പോയി എല്ലാ സ്ഥലത്തും. എൻ്റെ സ്വന്തമായിട്ട് ഗൾഫിലെത്തി, എല്ലാം സ്വന്തമായിരുന്നു. ഇതിനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചോണ്ടാ. ഞാനിപ്പോലെ ആവേശമായിട്ടാ പോയി പഠിച്ചെങ്കിൽ ഞാനിങ്ങനെയൊന്നും ആവുന്നു എനിക്ക് തോന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടിയത്. എന്ത് വന്നാലും നമ്മൾ നേരിട്ടിരിക്കും. അതിപ്പോ ആരായാലും അന്നത്തെ നിങ്ങൾക്ക് അറിയാം കണ്ണൂരിലെ പ്രശ്നങ്ങളും തമ്മിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ കിട്ടിയ ആ ജോസിന്റെ ഒക്കെ ധൈര്യം, ജോഷിയുടെ ഒക്കെ എന്ത് വന്നാലും നേടാൻ നമ്മൾ തയ്യാറാണ്. ആ ഒരു ധൈര്യം നമുക്കും കൂടി കിട്ടി. അത് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാമായിരുന്നു. നമുക്ക് ഒരു കുറവും, നിങ്ങളെല്ലാവരും പറഞ്ഞ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കുറവുണ്ടായിരുന്നു. ഞങ്ങൾ സമരം ചെയ്തു, ദാറ്റ്സ് കറക്റ്റ്. നമ്മൾ തീവ്രമായി സമരം ചെയ്തു, നമ്മൾ നേടിയെടുത്തു, നമ്മൾ ഡിറ്റർമിനേഷൻ ആയിരുന്നു. പക്ഷെ നമ്മൾ പഠിച്ച കോളേജിൽ എല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എന്തായിരുന്നു കുറവെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എല്ലാം പഠിച്ചിരുന്നു നമ്മൾ. പിന്നെ എവിടെ പോയാലും ഇപ്പൊ ഞാൻ കോമ്പറ്റിംഗ് വിത്ത് IIT ഗൈസ് ദർ ഒരു പ്രശ്നമില്ല. അവരെക്കാൾ എത്രയോ നല്ലത് തന്നെയാണ് നമ്മൾ പഠിച്ചതാണ് മുഖ്യം. നമ്മൾ പഠിച്ചത് തന്നെയാണ്. നമ്മൾ ലീഡേഴ്സാണ് നമ്മൾ. പിന്നെ വേറൊരു കാര്യം ഇവിടെ ഇപ്പൊ വന്നു ഈ ഒരു പിന്നെ നാട്ടില് സാധാരണ ഇതില് പിന്നെ എന്നൊക്കെ ചെറുപ്പത്തിൽ പറയാറുണ്ട്, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്തോടുണ്ടല്ലോ കുട്ടികളാണ്, എപ്പോഴും കുട്ടികളാണ്. അതേപോലെ തന്നെ നമ്മള് അധ്യാപകരെ കൂടി ഉണ്ടാകുമ്പോണ്ടല്ലോ നമ്മൾ സ്റ്റുഡൻസ് ആണ്. ഇവിടെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ടൗൺ ഹൈസ്കൂളിൽ. ശരിക്കും പറഞ്ഞാൽ നമ്മള് അധ്യാപകരുണ്ട് ഇവിടെ. നമ്മൾ 4 ബാച്ചിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ ശരിക്കും അത് ആ ഫീൽ എനിക്കൊരിക്കലും, ഞാനിപ്പം ഇവിടെ വരുമ്പോൾ എനിക്ക് ഈ ഫീൽ കിട്ടുമെന്ന് ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ വന്നപ്പോൾ ആ കിട്ടിയ ഫീലിങ്. പിന്നെ ഈ ഒരു 35 വർഷത്തിലുണ്ടല്ലോ ഞാൻ സത്യം പറയാണ്, എൻ്റെ ആദ്യത്തെ വർഷത്തെ സ്വപ്നം എന്തായിരുന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എനിക്കൊരു കമാൻഡർ ഈ മഹീന്ദ്രന്റെ വണ്ടി വാങ്ങിക്കണം. എന്നിട്ട് ജിമ്മി സാർ ഒരു കാല് പുറത്ത് വെച്ചിട്ട് ഒരു പോക്കുണ്ട്, അങ്ങനെ ഒന്ന് പോണം എനിക്ക് കണ്ടിട്ടാൻ വേണ്ടി. സത്യമാണ് കേട്ടോ. ആ ഒരു സ്റ്റൈലും പുള്ളിയുടെ ആ ഒരു എടുപ്പും അങ്ങനെ പോണതായിരുന്നു എന്റെ സ്വപ്നം. പിന്നെ പിള്ള സാറിനെ പറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഇത്രയും ഒരു ബഹുമുഖ പ്രതിഭയാണെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ ജോസൊക്കെ ആയിരുന്നു പിള്ള സാറായിട്ട് കൂടുതൽ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനൊക്കെ സമരം വിളിക്കാനും സമരം ചെയ്യാനും പിന്നെ കളക്ടറേറ്റ് പിക്കറ്റ് ചെയ്യാനൊക്കെ ഉള്ള എന്താ പറയാ ആ ഒരു രീതിയിലായിരുന്നു. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ അറിഞ്ഞതിലൊക്കെ വളരെ സന്തോഷം. പിന്നെ
ഇപ്പൊ എന്ന് പറഞ്ഞാല് ഇപ്പൊ ടീച്ചർ ഏത് സ്റ്റുഡന്റ് ഏതൊന്നും മനസ്സിലാകുന്ന സ്ഥിതിയാണ്. ഇവരൊക്കെ ബോർഡൊക്കെയാണ്. പിന്നെ അതും കൂടി പറയാം, ഇതൊരു 4-5 മാസം മുന്നിലാണ് ജോസ് PS എന്നെ വിളിക്കുന്നത് US. സാധാരണ US എന്നൊക്കെ കോൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ആണ്. നമുക്കൊരു അസൂയാണ് US സിറ്റിസൺ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ ഞാൻ കാര്യമായിട്ട് പിന്നെ ജോസ് ആയിരുന്നു ഇങ്ങനെ ഇതൊക്കെ ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തിപ്പോ ചെയ്യാ, ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കണം എന്ന് വെച്ചാൽ മുടിയില്ലാതെ കൊണ്ട് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അപ്പാടും പോയിട്ട് പിന്നെ ഒന്ന് ജിമ്മിലങ്ങ് ചേർന്ന്. അപ്പൊ കുറച്ചാണ് ഇവിടെ വരുമ്പോൾ കുറച്ചൊരു ഇതാകാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജിമ്മിലൊക്കെ ചേർന്ന് കുറച്ചൊരു നല്ല രീതിയിൽ ഇവിടെ വരാൻ പറ്റി. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നപ്പോ തന്നെ ഇവിടെ പലരും, ഞാൻ ചില പേര് പറഞ്ഞാൽ അവർക്ക് വിഷമമൊന്നുമല്ല, കണ്ടപ്പോ ഇങ്ങനെ നല്ല ബോഡിയാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ അതൊക്കെ തന്നെ വളരെ കാര്യമായി. പിന്നെ ഇവിടെ ഞാന് എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാനൊരു UUC ആയിരുന്നു, ആദ്യത്തെ വർഷം ജയിച്ചായിരുന്നു. അപ്പോ അന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സരിച്ചത് പ്രതികരണ വേദി എന്ന് പറഞ്ഞ ഒരു ആൾക്കാരായിരുന്നു. അപ്പൊ ഇവിടുത്തെ പ്രതികരണ വേദിക്കാരുള്ള പിന്നെ 2 അന്നത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പൊ നമ്മള് അവര് എന്നോട് ഇങ്ങനെ പറഞ്ഞു, അജയനക്ക് അന്ന് ഞങ്ങൾ വോട്ട് ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞാൽ അജയന എനിക്ക് ഇഷ്ടമായി ഞങ്ങൾ പ്രതികരണ വേദിയാണെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കുളിരുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ അത് എന്ത് പറയണമെന്ന് അറിയില്ല. എനിക്കറിയാം എണീറ്റ് നിന്നത് എന്തിനാണെന്ന്. ഞാനിപ്പോ ഇവിടുന്ന് പോകും. എന്തായാലും ഇതൊരു അനുഭവമാണ്. ശരിക്കും പറഞ്ഞാല് ഇങ്ങനെ ഒരു അനുഭവം കിട്ടുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. ഈ രത്തൻ ടാറ്റ ഒരു പ്രാവശ്യം നമ്മളെ കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാരും അന്ന് പിന്നെ നമ്മുടെ തമിഴ്നാട്ടിലെ പാട്ടുകാരന് SPB ഒക്കെ മരിച്ചുപോയ സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒന്നും പേടിക്കണ്ട, നിങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം, നിങ്ങളുടെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞതുമാതിരി നമ്മളെല്ലാവരും ഏറ്റവും വലിയ അച്ചീവ്മെന്റ് നമ്മളിങ്ങനെ കാണാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ചിരിക്കും. ഇന്നലെ ചിരിച്ചതിന് കണക്കില്ല കേട്ടോ. ഇന്നലെ നമ്മൾ വേറൊന്ന് കൂടെയായിരുന്നു. ആ സമയത്ത് ജീവിതത്തിൽ ഇത്രയധികം ചിരിച്ചൊരു ദിവസമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഇനിയും കൂടാൻ പറ്റാന്നുള്ളത് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. പിന്നെ നമ്മളില് അന്നുണ്ടായിരുന്ന, നമ്മളെ ചിരിപ്പിച്ച, നമ്മുടെ കണ്ണിലിന്റെ ഭാഗമായിരുന്ന നമ്മുടെ ആ ഒരു വസന്തകാലത്തിൽ ഉണ്ടായിരുന്ന ചിലവരൊക്കെ ഇന്ന് ഈ ലോകത്തില്ല. അപ്പോ അവരെയും കൂടി ഓർക്കുന്നു. ഇനി അങ്ങോട്ടും ഇതേപോലെയുള്ള US എന്നുള്ള ജോസിന്റെ ഫോൺ ഇനിയും വരട്ടെ. അജയ്, നമുക്ക് അടുത്ത വർഷം വേറെ ആരെങ്കിലും ഒക്കെ ബഹുമാനിക്കാൻ ഇനിയും, അല്ല അങ്ങനെ പറയുന്നതല്ല, നമുക്ക് അപ്പോ അങ്ങനെ നമുക്കിനിയും പിന്നെ പുതിയ പുതിയ ഫംഗ്ഷൻ വന്നിട്ട് ഇതേമാതിരി കൂടട്ടെ. നമ്മളെ വയസ്സ് കുറക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. ഇങ്ങനെ ചിരിച്ചു കളിച്ച് നമ്മൾ അന്നത്തെ അച്ഛനെ ഈ പിന്നെ ഇവിടെ അച്ചുശങ്കർ സാർ പറഞ്ഞ മാതിരി ഇതൊക്കെ അച്ചുശങ്കർ സാറ് എനിക്ക് 2 വട്ടം പറയാം, ഞാൻ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളാ സത്യം പറഞ്ഞ പുള്ളി പറഞ്ഞത്. കാരണം ആദ്യമായിട്ട് ഞാനും പ്രേമലേഖനം കൊടുക്കുന്നതും ഈ പരിപാടി എല്ലാം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ ഇല്ല അവിടെ വെച്ചിട്ടാണ്. ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോ എന്ന് പറഞ്ഞാല് ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഫീല് കിട്ടുമ്പോ തന്നെ ഇത്രയും ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയാ ഈ കൊളസ്ട്രോളിന്റെ മരുന്നിന്റെ ഒക്കെ അളവ് കുറക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. എന്റെ കാര്യം പറഞ്ഞിട്ടോ. അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം. എനിക്ക് ഇങ്ങനെ ഇവിടെ വന്ന് കയറി നിൽക്കാൻ ഒരു അവസരം തന്ന എല്ലാവർക്കും ആരാന്ന് തന്നത് ശരിക്കും പറഞ്ഞാല് 3 പേരോട് പ്രത്യേകം നന്ദി പറഞ്ഞു. ജീസണും പ്രസാദും റോയ്സും പറഞ്ഞ അജയനൊന്ന് കാരണം അന്നേരം തന്നെ എനിക്ക് പറയായിരുന്നു. എന്നാലും ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം കിട്ടിയതിൽ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.